ചേർപ്പങ്കപ്പള്ളിക്കടുത്ത് നമുക്കൊരു വീട് സ്വന്തമാക്കിയാലോ, അതും 12 സെന്റില്. മെഡിസിറ്റി ഹോസ്പിറ്റല് ബ്രില്യൻ്റ് ഒക്കെ ആയിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ ദൂരം, മെഡിസിറ്റി ആയിട്ട് 1 കിലോമീറ്റർ താഴെ ദൂരം, 600-700 മീറ്റർ ദൂരം, ബ്രില്യൻ്റ് കോളേജുമായിട്ട് ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ചേർപ്പങ്കപ്പള്ളി ഇടവക കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ മുത്തോലി അമ്പലമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ രീതിയിൽ നമുക്കൊരു വീട് സ്വന്തമാക്കിയല്ലോ. 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. 95 ലക്ഷം രൂപ ചോദിക്കുക മാത്രം. നല്ല ഇൻറ്റീരിയർ വർക്കുകളോട് കൂടിയുള്ള നല്ല 12 സെൻറ്റ് സ്ഥലത്തിൽ വെള്ളം കയറാത്ത രീതിയിൽ നല്ല കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു അടിപൊളി വീടാണ്. ഇതൊന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നേരിൽ വന്ന് കാണാം. നേരിൽ വന്ന് കണ്ടിട്ട് വീണ്ടും ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാം. നെഗോഷിയേറ്റ് ചെയ്ത് ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് മീനച്ചിൽ ഹോംസ് ചെയ്തു തരും. നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഭാഗം തന്നെയാണ്. എങ്കിൽ അത് മീനച്ചിൽ ഹോംസ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതുപുത്തൻ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. നല്ലൊരു വീതിയുള്ളൊരു ടാർ റോഡ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഈ ടാർ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റാണ് ഈ കാണുന്നത്. നല്ലൊരു ഗേറ്റ്, അത് നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു ഗേറ്റ്. ഇത് കിടന്ന് നമ്മളിത് അകത്തേക്ക് പ്രവേശിക്കുക. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു ക്യൂട്ടായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീട് എന്നാണ് എനിക്കിതിനെ തോന്നിയത്. കാരണം നല്ലൊരു ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം CNC കട്ടിങ്ങൊക്കെ ഉള്ള നല്ലൊരു ഗേറ്റ് കിടന്ന് നമ്മൾ നേരെ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. 12 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഉൾപ്പെടെയാണ് 12 സെൻറ്റ് സ്ഥലം എന്ന് പറയുക. അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ വ്യൂ പോയിൻ്റ് ആണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള നല്ലൊരു ഈ ലൊക്കേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊണ്ടും മോഡിൻ്റെ കളറുകൾ ഡിസൈനുകൾ കൊണ്ടൊക്കെ ഏറ്റവും മനോഹരമായിരിക്കുന്ന നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇവിടെ കിണറിൻ്റെ ചുറ്റിലും ഒരു ടെക്സ്ചർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് കാർ പോർച്ചിലേക്ക് വണ്ടി കയറുന്ന ഭാഗമെല്ലാം ഇൻ്റർലോക്ക് പാകിക്കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് മറ്റൊരു നാച്ചുറലായിട്ടുള്ളൊരു ബാംഗ്ലൂർ സ്റ്റോൺ പോലത്തെ ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. കിണർ ഒരിക്കലും പറ്റാത്ത വെള്ളം എന്നുള്ളതാണ് മൊത്തം റിങ് ഇറക്കി ചെയ്തിരിക്കുന്ന നല്ല ഒരു ലൊക്കേഷനിൽ, നല്ലൊരു ഏരിയയിലുള്ള നല്ലൊരു കിണർ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്രണ്ട് ഉള്ള നല്ലൊരു കിണർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് സിറ്റ് ഔട്ട് കാണുന്നത്. സിറ്റ് ഔട്ട് നല്ല വലിപ്പമേറിയ സിറ്റ് ഔട്ടാണ്. തേക്കിൻ തടി കൊണ്ടുള്ളൊരു ഫ്രണ്ട് ഡോറാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രണ്ട് ഡോറൊക്കെ കണ്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ജിംസം വർക്കുകൾ, നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ കിട്ടുക. ഇതാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറ്. നല്ല തലയെടുപ്പുള്ള നല്ല ഒരു ഡിസൈൻ, സിമ്പിളായിട്ടുള്ളൊരു ഫ്രണ്ട് ഡോറെന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഫ്രണ്ട് ഡോറ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കൊണ്ടും നല്ല ജിപ്സം വർക്കുകൾ കൊണ്ടും അതിമനോഹരമായ നല്ലൊരു വീട്. ഒത്തിരി കളർ കോഡുകളൊന്നും വാരിക്കോരി തെക്കാതെ നല്ലൊരു വാമ വൈറ്റ് ഫീലിംഗ് ഉള്ള രീതിയിലുള്ള നല്ല ഒരു ഡിസൈൻ, നല്ല വുഡിൻ്റെ ഡിസൈന് കൂടി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തപ്പോൾ ഈ അകത്തെ ഇൻറ്റീരിയർ നല്ല ഒരു ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ തന്നെയായി. ഇതാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 3 ബെഡ്റൂമാണ്.
ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗമൊക്കെ നല്ലൊരു മൾട്ടിവുഡിൽ CNC കട്ടിങ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡിസൈൻ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വലതുവശത്തേക്ക് നമ്മൾ പോയി നേരെ കയറുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. നല്ല ജനൽപ്പാളികൾ കൊണ്ടും AC-യുടെ പോയിൻ്റ്, ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ഫാന് എന്നിവ കൊണ്ടും നിർമ്മിതമാണ്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ഈ ബെഡ്റൂമിലൊക്കെ ഉണ്ട്. നല്ല നമ്മുടെ ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ആൾക്ക് ഏറ്റവും ആവശ്യത്തിനുള്ള കബോർഡ് വർക്കുകൾ ഉപയോഗിക്കാൻ മാത്രമുള്ള കബോർഡ് വർക്കുകൾ ഇവിടെയുണ്ട്. നല്ലൊരു ഫൈബറിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ക്ലോസറ്റ് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് നല്ല ഒരു കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന നല്ല ടൈല് വർക്കുകൾ. നമ്മുടെ ടർക്കി പോലത്തെ നമ്മുടെ ടവലുകളൊക്കെ മടക്കി വയ്ക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അതിവേഗം പോവുകയാണ്. കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വരുകയും പോവുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള സമയത്തിന് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം ഒന്ന് വീഡിയോ ഏരിയ ഒന്ന് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയാണ്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. അതായത് കന്നിമൂലയിൽ കക്കൂസ് വരരുത് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് വരികയാണെങ്കിൽ ഇതുപോലെ ഡ്രസ്സിങ് ഏരിയ കബോർഡ് എടുത്ത് ചെയ്ത് ഒരു മൂല ഒഴിവാക്കിയാണ് ചെയ്യുക. ഇത് കന്നിമൂലയല്ല എങ്കിൽ പോലും ഒരു മൂലയിലും ഇപ്പോൾ ആരും ടോയ്ലറ്റുകൾ ചെയ്യാറില്ല. വാസ്തുപരമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. വാസ്തു എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് എങ്കിൽ പോലും പലപ്പോഴും ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള വാസ്തുവാണ് ഓരോ ആൾക്കാർ വരുമ്പോഴും പറയുന്നത്. അംഗീകരിക്കാൻ പറ്റുന്ന കുറേയൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരാൾ വന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അടുത്തയാൾ പറയും തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് നല്ലത്. ഈയിടെയൊക്കെ വാസ്തുക്കാരൊക്കെ വരുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കറക്റ്റ് തെക്കായിരിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓരോ ആൾക്കാരും അവരുടേതായ രീതിക്ക് മാറ്റങ്ങൾ വരുത്തി സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങളടിയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വീട് മേടിച്ച് താമസിക്കാനായിട്ട് ആഗ്രഹിച്ചൊരു വീട് ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് വിലയും കൂടെ സംസാരിച്ചിട്ടാണ് ഒരു ആൾ വാസ്തുവിനെയും കൂട്ടിക്കൊണ്ട് വരിക. വർഷങ്ങൾ നീണ്ട സ്വപ്നങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ഒരു വീട് മേടിക്കുവാനായിട്ട് വരുമ്പോൾ അത് കൊള്ളില്ല എന്ന് പറയാം. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയുന്നത് ശരിയാണ്, പക്ഷേ അല്ലാതെ പറയുന്നതും ശരിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കമൻറ്റ് ശരിയോ തെറ്റോ എന്ന് നിങ്ങളടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് എഴുതുക. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് കണ്ടത്. മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. അതായത് ഒരു 2 പോർഷൻ പോലെയാണ് നമുക്ക് തോന്നുക ഈ വീടിൻ്റെ മോഡൽ. കാരണം ഇവിടം വരെ വന്നിട്ട് ഇവിടെ 3 ബെഡ്റൂം കണ്ടു. ഇനി നേരെ പോകുന്നത് ഡൈനിങ് ഹാള്, കിച്ചണ്, അവിടെ ഒരു ബെഡ്റൂം. ആ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുക. അങ്ങനെ നമ്മൾ സാമാന്യ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇവിടെയും വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുക. നല്ല വാൾപേപ്പറൊക്കെ കണ്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലേക്ക് നമ്മളൊന്ന് കയറി ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ അതാണ് ബെഡ്റൂം. എല്ലാം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും.
വുഡൻ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഇനി നേരെ കാണുന്ന ഡോർ എന്ന് പറയുന്നത് നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയത് വാഷ് ഏരിയയൊക്കെ നല്ല രീതിയിൽ കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയ ഉണ്ട്. ഇതാണ് നല്ലൊരു അടിപൊളി കിച്ചൺ. അപ്പോൾ നല്ലൊരു കിച്ചൺ, നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനത്തിൽ ഹോംസ് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ പുതുപുത്തൻ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നല്ല നല്ല കമൻറ്റുകൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോയുമേ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.